വെയിലുണ്ട്, നൈസ് വെയിലുള്ള കുഴപ്പമില്ല. സ്കൂൾ പിള്ളേർ പോകുന്നുണ്ട്, സ്കൂളായിട്ട് ചെയ്യാൻ പറ്റാൻ സാധിക്കും. NH 766 റെക്കോർഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ മൈസൂരിൽ നിന്നൊരു 46 കിലോമീറ്റർ അപ്പുറമാണ്. ബഗൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് 230 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പുറപ്പെട്ടിട്ട് ഏകദേശം 8 മണിക്കൂറോളമായി. നമുക്ക് 60, 62, 63 അതിൻ്റെ മേലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല സ്പീഡ്. ഈ വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ബ്രേക്കൊക്കെ നല്ലപോലെ തേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് മുതലമടല്ലല്ലോ, ടൈഗർ റിസർവ്, മദ്യപൂർ ടൈഗർ റിസർവ് ഒക്കെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഹമ്പായ കാരണം നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ടിരിക്കണം. വലിയ വണ്ടികൾ ഫ്രണ്ടിൽ പോകണമെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ബ്രേക്ക് കരിഞ്ഞ മണാണ്. ഞാൻ ആദ്യം ക്ലച്ച് കരിഞ്ഞ മണാന്ന് വിചാരിച്ചത്, പക്ഷെ ബ്രേക്കിൻ്റെ ആയിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. അത് മൊത്തം പൊതിഞ്ഞ് കെട്ടിയിട്ട് വരുന്ന കാരണം അത്രയ്ക്കൊരു ക്ഷീണം തോന്നുന്നില്ല. ഞാൻ 1 ലിറ്റർ വെള്ളം കൊണ്ടുവന്നിരുന്നു, അതിലിപ്പോൾ 4 ലിറ്ററിൻ്റെ മേലെ കുടിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടുത്തെ പമ്പുകളൊക്കെ ഭയങ്കര വലിയ പമ്പുകളാട്ടോ. ഒരു ട്രക്കുകളൊക്കെ ഇങ്ങനെ ലക്ഷ്യമിട്ടുള്ള പമ്പുകളാണ്, വലിയ പമ്പുകളാണ്. ഷെല്ലിൻ്റെ പമ്പുകൾ കണ്ടു കിട്ടാം, 1-2 കണ്ടല്ലോ. കൂടുതലും BPCLൊക്കെയാണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തിട്ടാണെന്നറിയോ, നേരെ പോവുക, ബാഗ് വെക്കുക, പിന്നെ ബാഗിൻ്റെ വെയിറ്റ് കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ സൂവിലേക്ക് വിടാം. അതാണ് പ്ലാൻ. ഭക്ഷണം കഴിക്കണം, എന്നിട്ട് കഴിച്ച് സൂ കാണാൻ പോവുക. രാത്രി മൈസൂർ പാലസ് കാണാൻ പോവുക. ഇതാണ് ഇന്നത്തെ പ്ലാൻ. ബാക്കി പ്ലാനുകൾ പിന്നെ നോക്കാം. ഇഞ്ചാംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചാംകുണ്ട് പിന്നെ ഇതൊരു ഡിസ്ട്രിക്റ്റ് മാതിരിയാണെന്ന് തോന്നുന്നു. ഹോണ്ടയുടെ ഷോറൂം. അപ്പോൾ നമ്മുടെ യാത്രയിലെ ആദ്യത്തെ ടോൾ ഗേറ്റ് റോഡ്. വെൽക്കം ടു കേരള ബോർഡർ ടു കൊല്ലഗൽ ടോൾ റോഡ്. കൊല്ലഗൽ ടോൾ റോഡ്. അവിടെ എന്തോ പ്രശ്നം. സി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൈസൂർ എയർപോർട്ടാട്ടാ. നമുക്കിനി 13 കിലോമീറ്റർ 25 മിനിറ്റും കൂടി ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. മൈസൂരിൻ്റെ അതിർത്തി കടന്ന് മൈസൂരിലേക്ക് കടന്നു. എന്തോ ഒരു അമ്പലം, ഇത്ര വലിയ അമ്പലം. സുഹൃത്തുക്കളെ, അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൈസൂര്.
അല്ല, മൈസൂർക്ക് ഇനി 2 കിലോമീറ്റർ നല്ല ചോദിച്ചാണ് പറ്റിക്കണം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇനിയും 6 കിലോമീറ്ററുകളുണ്ട്. മൈസൂർ ചിക്സാണ് ഇതൊക്കെ. ഓ മൈ ഗോഡ്, മൈസൂരിൻ്റെ ഏതൊരു സെൻറ്ററിൽ മെയിൻ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഇവിടെ തൊട്ട് തന്നെയാണ്. എവിടെയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? സ്ഥലം. ഓ മൈ ഗോഡ്.